ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മോന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി വേവിക്കുന്ന ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നു ഫിൽറ്ററിട്ട വീഡിയോ കൂടുതൽ ഇടുന്നത്, അതുകൊണ്ട് നോർമൽ വീഡിയോ ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോർമൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ കൊച്ചു കൊച്ചു ജോലിയൊക്കെ ചെയ്യുന്നതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇതേ കാപ്പി കുടിക്കട്ടെ, പിന്നെ മോന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കൊച്ചു കൊച്ചു ജോലിയും കാര്യമൊക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ കിച്ചൺ. ഒത്തിരി സാധനങ്ങളൊന്നുമല്ല, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. പലരും കാപ്പിയൊക്കെ കുടിച്ചാ. അവിടെ ഇപ്പോൾ 9:58. ഇപ്പോഴാണ് ഞാൻ തുടങ്ങുന്നത്. മോന് 12 മണിക്ക് കൊണ്ടുവച്ചാൽ മതി, അന്നേരത്തേക്കുള്ളതാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചിരുന്നേക്കുന്നത് കേട്ടോ. പിന്നെ ചെറുതിന് ചോറ് കൊണ്ടുപോകണ്ട, അവനവിടെ ഫുഡുണ്ട്. ഇവിടെ തുടങ്ങല്ലേ. അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴുകിയിട്ട് വരാമേ. ചൂടുവെള്ളം ഒഴിച്ചിട്ടേക്കുവാണേ. ചൂടുവെള്ളത്തിൽ ഫസ്റ്റ് കഴുകിയിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ച് കഴുകത്തുള്ളൂ. ഒരു 2-3 സെക്കൻഡ് ഒന്ന് കിടക്കട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിരട്ടെ, അഴുക്കല്ലാമേ പോട്ടെ. അപ്പം അത് വരയ്ക്കും കടുങ്കാപ്പി കുടിക്കാം. കടുങ്കാപ്പി കുടിക്കാം. കറി കുറച്ചിരിപ്പുണ്ട്. ഇഞ്ചിക്കറിയില്ലേ, ഇഞ്ചിത്തീയൽ, അതിരിപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ വെക്കണം. ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് കൊടുത്തുവിടാൻ. പരി കഴുകിടാമേ. കുക്കറിനകത്തോട്ട് വെച്ച് 2-3 സൂടടിപ്പിച്ചിട്ടേ കട്ട് ചെയ്ത് വയ്ക്കും. അതിനകത്ത് ഞാൻ എളുപ്പം മോന് ചോറ് കൊണ്ടാണ് വയ്ക്കലേ. റൈസ് കുക്കറിനകത്ത് നമ്മൾ ഒത്തിരി ചോറൊക്കെ വയ്ക്കുകയാണല്ലോ വയ്ക്കത്തുള്ളൂ. രാവിലത്തേക്കുള്ള ഇവിടെ പഴഞ്ചോറല്ലാരും കഴിക്കില്ല കേട്ടോ. പഴഞ്ചോറ് ഇരിപ്പുണ്ട്. അത് ചൂടാക്കി എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്. മോന് കൊണ്ടുപോകാൻ മാത്രം മതി. ഇത് അധികം വന്നാൽ വൈകിട്ടത്തേക്കും ആക്കും. വൈകിട്ടത്തേക്ക് പിന്നെ നമുക്കറിയാം വേണ്ടി വരത്തില്ല. ഞാൻ കഴിക്കൽ കുറവാണ്, പിന്നെ അവന്മാർ 2 പേരുകൾ കുറച്ച് കഴിക്കൽ. അപ്പോൾ ഇത് കഴുകിയിട്ടിച്ച് വരാമേ. അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നേ, ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടേ. അപ്പം ഞാനൊരു ചെറിയ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് തോരനുള്ള 1-2 സാധനങ്ങളൊന്ന് ഉറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അടുപ്പിലോട്ട് നോക്കിയത്. അടുപ്പിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് നോക്കിക്കേ, സിമ്മിലിട്ടേക്കുമായിരുന്നു തീയെ. എന്നിട്ട് കുക്കർ ഓണാക്കി വെച്ചേക്കുക. കുക്കറിൽ അരി ഇട്ടേക്കുവാണ്. എപ്പോൾ വേവാനാണോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോഴത് തീയൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് താമസിച്ചാണ് ഞാൻ എന്നും എഴുന്നേക്കില്ല കേട്ടോ. താമസിച്ചെഴുന്നേറ്റാൽ മതി, കാരണം പിള്ളേർക്ക് വലുതിന് ഉച്ചയ്ക്ക് പോയാൽ മതി. പക്ഷെ ചെറുത് ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോകും. അവിടെ പിന്നെ അവർക്ക് കാപ്പി രാവിലെ ഇട്ട് കൊടുക്കും, ചായ രാവിലെ ഇട്ട് കൊടുക്കുന്നൊന്നും പറഞ്ഞ് വഴക്കൊന്നുമില്ല. ചെറുത് എഴുന്നേൽക്കുമ്പോൾ അവൻ തന്നെ കാപ്പി കൂട്ടി കുടിച്ചിട്ട് പോയിക്കോളും. വലുതാണേലും അവന് എഴുന്നേറ്റ് വരുമ്പോൾ താമസിക്കാൻ മുമ്പ് ഞാൻ എഴുന്നേൽക്കുന്നത് കൊണ്ട് കാപ്പി കൂട്ടി കൊടുക്കും. ചില ദിവസം ചെറുത് വിളിക്കും, അമ്മ ഒരു കാപ്പി കൂട്ടി തരുമോ എന്ന് ചോദിക്കും. കൂടുതൽ എന്നെ അങ്ങനെ നിർബന്ധിക്കാറില്ല അവർ 2 പേരും. അവർക്ക് പറ്റുന്നിടത്തോളം അവർ ചെയ്യും. എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല ഒരു കാര്യത്തിലും. ഒരു ചെറിയ തോരനാക്കി ഇഞ്ചിപ്പുളിയുണ്ട്. അപ്പോൾ ഇഞ്ചിപ്പുളിയും ചമ്മന്തിപ്പൊടിയുണ്ട്, അതുകൂടെ ആക്കി കൊടുത്താൽ ഉച്ചക്കലത്തേക്ക് വല്യമ്മോൻ്റെ കാര്യം ഓക്കെ ആവും. എനിക്കും അതൊക്കെ തന്നെ മതി. എനിക്ക് എന്തെങ്കിലും ഒരു കറി മതി, എനിക്ക് തോനെയൊന്നും വേണമെന്നൊന്നുമില്ല. ഇവരെയൊക്കെ വിട്ടിട്ട് വേണം എനിക്ക് ഇത്തിരി പഴങ്കഞ്ഞി കുടിക്കാനേ.
ചെറിയൊരു കടുക് പൊട്ടിക്കൽ. ഞാൻ കടുക് പൊട്ടിക്കുന്നതിനകത്ത് കടുകും കറിവേപ്പില മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. മുളക്, ഉള്ളി അങ്ങനത്തെ ഉള്ളി ഇടും. എനിക്ക് ചിലതിനൊക്കെ തോന്നുവാണെങ്കിൽ ഉള്ളി ഇടും. പക്ഷേ ഇന്ന് തോരന് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടായതുകൊണ്ട് ഉള്ളി ഇട്ടിട്ടില്ല. കടുകും കറിവേപ്പിലയാണ് എൻ്റെ മെയിൻ. എനിക്കങ്ങനെ ഒത്തിരി വലിച്ചൊന്നും ഇടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാവർക്കും ഈ വറ്റൽമുളകൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ കടുക് വറുക്കൽ ശരിയാവത്തുള്ളൂ. നമ്മൾ കടുക് വറുക്കലെന്ന് പറയും, നിങ്ങൾ കടുക് പൊട്ടിക്കലെന്ന് പറയുന്നവിടെ ഉണ്ടാകും. അങ്ങനെയൊക്കെ പറയുന്നവിടമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ തോരൻ ഇങ്ങനെ ആക്കി വയ്ക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ്. ദിവസവും എന്തെങ്കിലുമൊക്കെ കറിയാക്കണ്ട. ഈ ചോറൊക്കെ കൊണ്ടുപോകുന്ന വീട്ടിലെ അമ്മമാർക്കും അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയാം. ഓരോ ദിവസം അവർക്ക് കൊടുത്തു വിടാം. കാരണം അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നല്ല കഴിക്കൽ. ഇപ്പോൾ ഓരോ ദിവസം കൊടുത്തു വിടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോറ് എങ്ങനെയും വേവിക്കാം. ഏതെങ്കിലും ഒരു സൈസ് അരി മതി, ഒന്നി വെള്ളയരി അല്ലെ ചുമന്ന അരി. പക്ഷേ കറികളൊക്കെ പാടന്നേ, എന്നാ പാടാ കറി ഉണ്ടാക്കലൊക്കെ. എനിക്കാണെങ്കിൽ ഈ സംഭവത്തോട് വലിയ പിടുത്തമില്ല. ഞാൻ കറികളൊക്കെ വെക്കൽ അത്ര തന്നെ കുറവാണ്. പിന്നെ വേവിച്ചാലും എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അമ്മയൊക്കെ പറയും കൊള്ളാമെന്ന്. പക്ഷെ എനിക്ക് കൂട്ടിയാൽ എനിക്കെന്തോ പോലൊക്കെയാണ്. അപ്പോൾ ചോറും കറിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ള എല്ലാം എടുക്കുകയാണ്. അവന് ചോറ് കുറച്ച് മതി കേട്ടോ. പാത്രം വലുതാണെന്നുള്ളതേ ഉള്ളൂ. അതവന് കഴിക്കാനൊരു നല്ലതിന് വേണ്ടി പുറത്ത് പോകാതെ കഴിക്കാമല്ലോ. ചെറിയ പാത്രത്തിൽ കൊടുത്തു വിട്ടാൽ മൊത്തം പുറത്ത് പോകത്തില്ല. അപ്പം വലിയ പാത്രം ആകുമ്പോൾ അവന് നല്ലോണം ഇളക്കി കഴിക്കാമല്ലോ. ചോറൊക്കെ കുറച്ചേ കഴിക്കലുള്ളൂ. വലിയ മോനൊക്കെ 2 പേരും ചോറൊക്കെ കുറച്ചേ കഴിക്കലുള്ളൂ. ചമ്മന്തിപ്പൊടിയാണേ. ചമ്മന്തിപ്പൊടി ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. അതുകൊണ്ടാണ് ചമ്മന്തിപ്പൊടി വയ്ക്കുന്നത്. എത്ര കറി ഉണ്ടെങ്കിലും ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ അവന്മാർക്ക് ഇഷ്ടമാണ്. തോരനാണേ. ഇത്തിരി ഇഞ്ചിപ്പുളിയും കൂടെ വയ്ക്കാമേ. ഇഞ്ചിപ്പുളിയും കൂടെ വയ്ക്കുമ്പോൾ ഇഞ്ചിപ്പുളി കുപ്പികളിലൊന്നും ആക്കി കൊടുക്കണ്ട. അവന് ചോറിനകത്ത് തന്നെ എല്ലാം അവന് ചോറിനകത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ ഒത്തിരി പുളിങ്കറിയോ രസമോ മോരോ ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ കുപ്പിയിലാക്കി കൊടുക്കുന്നത്. ഇത് ഇത്ര ഐറ്റമാണുള്ളത്: ചമ്മന്തിപ്പൊടി, ഇഞ്ചിപ്പുളി, തോരൻ. ഐറ്റം ഉള്ളൂ. അവനത് മതി. കണ്ടോ, അവനത് മതി. അവന് ഒത്തിരി ഒന്നും വേണമെന്നൊന്നുമില്ല. അടിപൊളി അല്ലേ? എന്തിനാ ഒരുപാട് കറി? കുഞ്ഞിന് കഞ്ഞി വേണം. അവന് രാവിലെ കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം. കഞ്ഞി രാവിലെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ പഴഞ്ചോറ് കഴിക്കും. പോകുമ്പോൾ അവന് കഞ്ഞിയാണ്, ചൂട് കഞ്ഞി കുടിച്ചിട്ട് പോകുന്നത് ഇഷ്ടം. അപ്പോൾ അവന് ഇച്ചിരി കഞ്ഞി ഇഞ്ചിപ്പുളിയും കൂടെ. കഞ്ഞി ഇഞ്ചിപ്പുളി നല്ലതാണ് കേട്ടോ. അച്ചാറും കഞ്ഞിയും പോലെ തന്നെ കഞ്ഞി ഇഞ്ചിപ്പുളി നല്ലതാണ്. കഞ്ഞി കുടിക്കാൻ ഇഞ്ചിപ്പുളി നല്ല. അപ്പോൾ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ